ഏതായാലും ഈ നാടാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഇതിപ്പോൾ ഇതാണ് GLP സ്കൂൾ, പാങ്ങ് GLP സ്കൂളുള്ളത്. ഇവിടെ ഇപ്പോഴും ഈ സമയത്ത് പോലും നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അതായത് ഈ സ്കൂളിന് മുൻപിൽ ഇത്രയധികം ആളുകൾ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിലും നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്. അതായത് രാത്രിയിൽ പോലും നിരവധി ആളുകൾ ഈ വിവരമൊക്കെ അറിഞ്ഞ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും. അത് അമ്പലപ്പറമ്പ് ഹൈസ്കൂളിൽ വെച്ചായിരിക്കും പൊതുദർശന ചടങ്ങുകളൊക്കെ നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ പറയുന്ന ഇതിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളെല്ലാം ഈ നാട്ടുകാരുമായി വല്ലാതെ അത്രയധികം അടുപ്പം പുലർത്തിയിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാനാകാത്ത ഒരു അവസ്ഥയുള്ളത്. ഈ സമയത്ത് പോലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ചേട്ടാ, ഇവരൊക്കെ അറിയായിരുന്നോ? ആരെ? സ്റ്റാഫിനെ. ഞാൻ 3 വർഷത്തിലെ PTA പ്രസിഡൻ്റായിരുന്നു. ഇവരുള്ള സമയത്ത് കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ മാറിയതോടെ. ഇപ്രാവശ്യം മുതൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. നമുക്ക് നല്ല അധ്യാപകർ, സ്കൂളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ, എന്നെപ്പറഞ്ഞ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. സ്വന്തം വീട് വരെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ ചെയ്തായിരുന്നു. കുട്ടികളെ കൂടെ കളിക്കാനും ആടാനും പാടാനും എല്ലാ സ്റ്റാഫുണ്ട്. നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലായി പോയി. ഇപ്പോൾ വീടൊക്കെ അടുത്താണോ? ഇവിടെ HMൻ്റെ വീട് പുലാമന്തോളാണ്. ആശ ടീച്ചറുടെ വീട് കുളത്തൂരാണ്. മറ്റുള്ളവരൊക്കെ പ്രദേശവാസികൾ തന്നെയാണ്. അവർക്ക് ഈ നാട്ടുകാരൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലോണം ബന്ധം ഉണ്ടാവില്ലേ? 10 വർഷമായിട്ട് സ്കൂളിലെ സ്റ്റാഫാണ്. 10-12 അവരായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണ്. ഞങ്ങൾ വന്ന് പോകുമ്പോൾ അവരെ കാണുമ്പോൾ തമാശയും കാര്യം പറഞ്ഞാൽ പോക്കും വരവൊക്കെ. റോട്ടിലും ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരെ കൂടി അത് അത്രയും ബന്ധം. അത് മാത്രമല്ല, അവർ 100 ചില്ല വർഷം പഴക്കമുള്ള സ്കൂളല്ലേ. നമ്മളൊക്കെ 2-3 തലമുറ മുമ്പ് സ്ഥാപിച്ച് ഞങ്ങളൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികളെ ഞങ്ങളെ കൂടെ അടുത്ത് തന്നെ ഞങ്ങളെ കൂടെയൊക്കെ. അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനമാണെങ്കിലും കൂടി നമ്മളെല്ലാവരും സാമ്പത്തിക സഹകരണം കൊടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു പായസ ചലഞ്ച് നടത്തി സ്കൂളിന് ഫണ്ട് ശേഖരണം ജനങ്ങൾ മുഴുവൻ സഹകരിച്ച്. അത് സർക്കാർ സ്ഥാപനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ നമ്മളെ കുട്ടിയാക്കിൽ വെച്ച് എത്രയും സഹകരിച്ച് നല്ലൊരു ഫണ്ട് ഞങ്ങൾ സ്കൂൾ ഫണ്ടായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കൂളിന് നന്മയ്ക്ക് വേണ്ടി എല്ലാവരും വ്യക്തിപരം. അതിന് രാവും പകൽ അധ്വാനിച്ച് എപ്പോഴത്തെ PTA കമ്മിറ്റിക്കാരൊക്കെയാണ് അത്രയും ത്യാഗം സഹിച്ചവരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിൽ നിന്ന് അംഗങ്ങൾ പോണ മാതിരി ദുഃഖം നമുക്കൊക്കെ ഉള്ളത്. പൊതുദർശനമൊക്കെ എങ്ങനെയാണ് നാളത്തെ? പൊതുദർശനം ഇപ്പോൾ കേട്ട വിവരം നമ്മൾ ഹൈസ്കൂളിൽ വെച്ച് ചെയ്യാമെന്നില്ല. ഇവിടെ നമ്മൾ ജനങ്ങളും വണ്ടികളോട് ഒതുങ്ങാൻ സാധിക്കും. അപ്പോൾ ഹൈസ്കൂൾ കൊണ്ട് വലിയ ഉണ്ട് കണ്ടില്ല. പാങ്ങ് ഗവൺമെൻറ് ഹൈസ്കൂൾ അവിടെ വെച്ചാൽ സ്കൂളാണ്. അവിടെ പൊതുദർശനത്തിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെയില്ല. അതുകൊണ്ട് പാങ്ങ് ഹൈസ്കൂളിലേക്ക് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടുത്തെ മുൻ PTA പ്രസിഡന്റാണ് സംസാരിച്ചത്.